കൊയ്ത്ത്, പരിശോധനക്കാർക്ക് കൊയ്ത്ത്, ഡോക്ടർമാർക്കും കൊയ്ത്ത്, മരുന്ന് കമ്പനിക്കാർക്ക് കൊയ്ത്ത്. എത്ര വർഷമായി? 15 വർഷം. കുട്ടികളുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ച് എത്ര വർഷമായി? 20 വർഷമായി. കുട്ടികളുണ്ടോ? ഇല്ല. എന്താ കാരണം? 1978 രാസവളവും കീടനാശിനിയും സ്വന്തം റിസ്ക് പ്രകാരം നിരോധിച്ച ആളാണ് ഞാൻ. നമ്മുടെ ചെറുവയൽ രാമേട്ടൻ പരമ്പരാഗത രീതിയിൽ വികസിപ്പിച്ചെടുത്ത് സംരക്ഷിച്ചു പോരുന്ന കുറച്ച് നെൽവിത്തുക്കളാണ് ഇപ്പൊ എനിക്ക് അദ്ദേഹം തന്നതാണത്. കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ചെയ്യാറില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ തന്ന നെൽവിത്തുക്കളാണിത്. അദ്ദേഹത്തിന്റെ നെൽപ്പാടത്തിന് നടുവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹം ആ പരമ്പരാഗത രീതിയിൽ, അതായത് വേറെ രാസമായിട്ടുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കാതെ തീർത്തും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ വലിയ ലാഭങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ള വിത്തുക്കളെയൊക്കെ സംരക്ഷിച്ചു പോരുക എന്ന് പറയുന്ന ഒരു വലിയ ഉദ്യമം അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നെൽപ്പാടത്തിന്റെ നടുവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല ലേഖനങ്ങളിലും വായിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ജൈവവളങ്ങളല്ലാതെ മറ്റ് വളങ്ങളൊക്കെ കൂടുതലായിട്ട് ആ രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മോള് വിളിച്ചത് എന്തിനാ? അച്ഛ സ്കാനിങ് ചെയ്യണമെന്ന്. എന്താ മോക്ക് സംശയമാണ് ഇപ്പം. ഏത് കിഡ്നിൻ്റെ അകത്ത് കല്ലുണ്ടോ, പിന്നെ ഒരു ആമാശയം വളർന്നുണ്ട്, ഒരു പിണ്ടം വയറ്റില്. അപ്പൊ അതൊക്കെയാണ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോളാണ് ഹോസ്പിറ്റലിൽ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും രോഗം കൊണ്ടാണ്, മനസ്സിലല്ലേ? അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വളങ്ങൾ പിന്നെ നമുക്ക് വെയിറ്റ് ഒന്ന്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ രാസവളം കീടനാശിനി ഞാൻ പറയുന്നത് 100%, 101%. കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള ധാന്യങ്ങൾ കഴിച്ചാൽ അവയവത്തിന് 100% കോട്ടം തട്ടും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. രാസവളമല്ല, കീടനാശിനി ഒക്കെയാണ്. കാരണം കീടനാശിനി എന്ന് പറയുന്ന ഒരു രാസവസ്തു, അതായത് വിഷം, ഒരു തുള്ളിൻ്റെ അകത്ത് കോടാനുകോടി ജീവികളെ നശിപ്പിക്കേണ്ട വസ്തു അതിൻ്റെ അകത്തുണ്ട്, ഒരു തുള്ളിയിലുണ്ടാവും. അപ്പോൾ 100, 200, 200, 400, 500 ലിറ്റർ കണക്കിന് മരുന്നുകൾ എടുത്ത് പാടത്തും പറമ്പിലും അടിക്കുന്ന കർഷകന്റെ സ്ഥിതി എന്തായിരിക്കും? ആ മണ്ണിന്റെ സ്ഥിതി എന്തായിരിക്കും? അവിടെ ഉണ്ടാവുന്ന വിളവന്റെ സ്ഥിതി എന്തായിരിക്കും? അത് കഴിക്കുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? ആലോചിച്ച് നോക്ക്. അതും ആ വിഷാംശം അടിക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. എത്ര എടുക്കണമെന്നും എങ്ങനെ എടുക്കണമെന്നും ഒരു ലിമിറ്റും ഇല്ല. ശരിക്കും അത് മാത്രമല്ല, കീടനാശിനി കൂടാണ്ട് കളനാശിനി. വിത്ത് വിതയ്ക്കുക, 15 ദിവസം കഴിയുമ്പോഴേക്കും, 15 ദിവസം വിത്ത് വിതച്ച് 15-ാം ദിവസം കളനാശിനി അടിച്ചാൽ ഒരു ഒറ്റ കളയതിൻ്റെ അകത്തുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ പാടത്തിറങ്ങ്, ഞാൻ കാണിച്ചു തരാം. മേളിലൊരു പാടുണ്ട്, എൻ്റെ തൊട്ട് മേളിൽ. അതിൽ ഈ പറഞ്ഞ സംഭവം ചെയ്തു. നിങ്ങളിപ്പം നെല്ല് ചെന്ന് നോക്ക്, പൊളച്ച് വളരാ. എൻ്റെത് എങ്ങനെയുണ്ട് നോക്ക്, എൻ്റെത് താഴത്ത്, അതിൻ്റെ മുകളിൽ എങ്ങനെയുണ്ട് നോക്ക്. അത് 2 തവണ മരുന്നടിച്ചു, 2 or 3 തവണ രാസവളം ഇട്ടു, കളനാശിനി അടിച്ചു. ഇതൊക്കെ ചെയ്ത നെല്ലാണ് മേളിലുള്ളത്. അതിൻ്റെ താഴത്താണ് എൻ്റെ നെല്ലുള്ളത്. നിങ്ങൾ നോക്ക്, അതിൻ്റെ സ്ഥിതി എന്താ, ഇതിൻ്റെ സ്ഥിതി എന്താ നോക്ക്. അതൊന്ന് ടാലി ചെയ്ത് നോക്ക്. അത് 4 ഇരട്ടിയല്ല, 10 ഇരട്ടിയാണ്. അത് എൻ്റെത് അതിൽ 1 ഇരട്ടിയേ ഉള്ളൂ. പക്ഷേ എൻ്റെത് 1 ഇരട്ടി എന്ന് പറയുമ്പോൾ കീടനാശിനി ഇല്ല, ഒന്നുമില്ല. ജൈവവളം എന്ന് പറയുമ്പോൾ നല്ല പ്യൂർ ചാണകം, പച്ചിലകൾ, ഇത് മാത്രമേ. അതും ഇല്ല. അത് വല്ലപ്പോഴേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള പാടത്താൻ്റെത്. അപ്പൊ കഴിക്കുന്നവർക്കും അതിന്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും.
പക്ഷെ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രസവം പോലും നടക്കുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞു, എത്ര വർഷമായി? 10 വർഷം. കല്യാണം കഴിച്ചിട്ട് കുട്ടികളോ ഇല്ല. എത്ര വർഷമായി? 15 വർഷം. കുട്ടികളുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ച എത്ര വർഷമായി? 20 വർഷമായി. കുട്ടികളുണ്ടോ? ഇല്ല. എന്താ കാരണം? ജനനം വേണ്ടേ? എന്താ കാരണം? അപ്പം ഇതൊന്നും ലോക ആരോഗ്യ സംഘടനയോ ഐക്യരാഷ്ട്ര സംഘടനകളോ പരിശോധിക്കുന്നില്ല. ഒരു പരിശോധനയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ രോഗങ്ങൾ വരാനുള്ള മൂല്യ കാരണങ്ങൾ ആര്? ഇതിൻ്റെ സൂത്രധാരകാര്? ഇവരെ കണ്ടുപിടിക്കാൻ നമ്മുടെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജനങ്ങളാണോ അത്? ജനങ്ങൾ കഴിയുമോ അത് കണ്ടുപിടിക്കാൻ? ഒരിക്കലും ഇല്ല. ആരോഗ്യവകുപ്പ് ചിന്തിക്കുന്ന രോഗം വന്നിട്ട് നല്ല ചികിത്സ കൊടുക്കാൻ വേണ്ടി പുതിയ അത് പുതിയ കൊടുക്കുക. ആശുപത്രികൾ മാത്രമാണ് അതെ, അതാണ് ചിന്തിക്കുന്നത്. രോഗം വരാതിരിക്കാൻ. അതെ, ആരോഗ്യ വകുപ്പ് കാണുന്നത് അതാണ്. ഏത്? പരമാവധി ഹോസ്പിറ്റലുകൾ അടുത്തടുത്ത് കൊടുക്കുക. അപ്പൊ അടുത്തടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ലാബുകൾക്ക് കൊയ്ത്ത്, പരിശോധനക്കാർക്ക് കൊയ്ത്ത്, ഡോക്ടർമാർക്കും കൊയ്ത്ത്, മരുന്ന് കമ്പനിക്കാർക്ക് കൊയ്ത്ത്. സാധാരണക്കാരനോ? സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ 2 ഗുളിക മേടിക്കാൻ പോകണമെങ്കിൽ ഞാൻ തന്നെ 2 ഗുളിക മേടിക്കാൻ വിട്ടിട്ട് 235 റുപ്യ 2 ഗുളികയ്ക്ക്. ഒരാഴ്ചത്തേക്കുള്ളതാണ്. 235 റുപ്യേ. എനിക്കൊരു വർഷം, ഒരു മാസം 1800 രൂപേൻ്റെ മരുന്ന് വേണം എനിക്ക് വേണം ഒരു മാസം. പിന്നെ അതുകൂടാണ്ട് ചെക്കപ്പിന് പോകണം വേറെ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് പോയിട്ട് ആകെ ഒരു 3/4 മണിക്കൂറായുള്ളൂ, 6000 റുപ്യ പോയി. ഇന്നെന്താ എൻ്റെത്? മനസ്സിലല്ലേ? ആശുപത്രി പോയിട്ട് അവിടെ ഒരു പരിഗണന. ഏത് പത്മശ്രീ? എന്ത് പത്മശ്രീ? പത്മശ്രീയോ? അതൊക്കെ പണ്ട് കാലത്ത്. അത്രേ ഉള്ളൂ. അല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സഹായങ്ങളൊക്കെ? ഞാനിപ്പോ എൻ്റെ കൂട്ടുകാരൻ ഞാൻ ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾക്ക് ഒരാളെ എത്ര കാലം സഹായിക്കാൻ പറ്റുന്നേ? ഇപ്പം താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ രാസവളവും കീടനാശിനിയൊക്കെ. ഞാൻ 1978 രാസവളവും കീടനാശിനിയും സ്വന്തം റിസ്ക് പ്രകാരം നിരോധിച്ച ആളാണ് ഞാൻ. അങ്ങനെ രാജ്യത്ത് ഏത് സ്റ്റേറ്റാണ് രാസവളവും കീടനാശിനി നിരോധിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഇന്ത്യയിൽ എവിടെയും ഉണ്ടോ? രാമേട്ടൻ നിരോധിച്ചു. ഞാൻ നിരോധിച്ചു. ഇവിടെ എൻ്റെ അറിവിൽ ശരിയോ തെറ്റെന്നറിയില്ല, വേണമെങ്കിൽ താങ്കൾക്കും അന്വേഷിക്കാം. സിക്കിം എന്ന് പറയുന്നൊരു സംസ്ഥാനത്ത് ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബ്, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഇതൊക്കെ എന്താ കുഞ്ഞുമക്കളെ എൻ്റെ കഥ എന്ന് പോയി നോക്കിയിട്ട് പോരൂ. കേരളത്തിന് കൊടുത്ത് ജീവിക്കുകയാണ് അല്ലേ? കേരളത്തിന് കൊടുത്ത് ജീവിക്കുക. അതിന് നമ്മൾ അവരെ പറഞ്ഞ കാര്യമില്ല. നമ്മളാണ് പോരായ്മ. കാരണം വെച്ചാൽ അത് ഇറക്കരുത്, വേണ്ട എന്ന് പറഞ്ഞ് തടയാനുള്ള കഴിവ് നമ്മളെടുത്ത് വേണ്ടേ? തടഞ്ഞാലും നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കും ചെയ്യണം. ഉണ്ടാക്കിയെടുക്കണ്ടേ? പട്ടിണി. അതെ, നമ്മൾ കേരള ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മൾ സ്വയം ചെയ്യാൻ നമ്മൾ നിൽക്കണമല്ലോ. നിൽക്കുന്നില്ലല്ലോ. ഇവിടെ ഭക്ഷ്യസുരക്ഷ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത് ഭക്ഷ്യസുരക്ഷ എവിടെയുള്ളത്? ആരാ ഇത് ഉണ്ടാക്കുന്നത്? ആരാ ഇത് സംരക്ഷിക്കുന്നത്? രാമേട്ടൻ അങ്ങനെ കുറെ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ എങ്ങനെ കൃഷിനെ കുറിച്ച്, അവിടുത്തെ കൃഷി രീതികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതില് നമ്മളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഏതാണ് രാമേട്ടൻ? ഇന്ന രാജ്യത്ത് കുറച്ചുകൂടി നല്ല ഇതില്, നമ്മളെ രാജ്യം അല്ലാതെ ഇന്ത്യക്ക് പുറത്താണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, കൃഷിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ. എന്തോ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ എല്ലാവരും ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. അതെ അതെ. രാമേട്ട ഏതൊക്കെ രാജ്യങ്ങളിൽ പോയപ്പോ? ഞാൻ ബ്രസീലിൽ പോയി, അബുദാബി, ഷാർജ, ദുബായ്, അജ്മാനില്, ഇത്രയും പേരെ പോയിട്ടുണ്ട്. ഇനി പോകാനുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ കോവിഡ് കാരണം കുറെ ബ്ലോക്കായി. നമ്മൾ ഇങ്ങനെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു മാസമേ ആയുള്ളൂ. ഒരു മാസം മാത്രമേ ആയുള്ളൂ. എനിക്ക് ഷാർജയിൽ ഒരു നബാർഡ് പ്രഖ്യാപിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതെ, ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഇത്രയധികം രാജ്യങ്ങളിൽ നമ്മളെ കൃഷിയെ പ്രതിനിധീകരിച്ച് പോവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടില്ല. അതെ അതെ അതെ. കാരണം പിന്നെ ഞാൻ പോയിട്ടുള്ളത് മുഴുവനും അവിടെയുള്ള പ്രവാസി മലയാളിയുടെ ക്ഷണം അനുസരിച്ചാണ്. അല്ലാതെ ഞാൻ ഒരു ടൂർ പ്രോഗ്രാം അല്ല പോയത്. പോയിട്ടുള്ളത് ഒന്നുമല്ല, അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമൊന്നുമില്ല. അയ്യേ, എന്നാലും നമുക്കൊരു സന്തോഷമാണ് അല്ലേ? ഒരു സന്തോഷമാണ്. അത് സന്തോഷം മാത്രമല്ല, നമുക്ക് കുറെ രാജ്യങ്ങൾ കാണാൻ സാധിച്ചല്ലോ. കുറെ പുതിയ ആളുകൾ, കൃഷിയെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ പുതിയ അറിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് വരാറില്ലേ രാമേട്ടൻ്റെ? ഉണ്ട്, എൻ്റെ അടുത്ത് വരാറുണ്ട്. കാരണം ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ്, അറിവുകൾ പകരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം പലതരത്തിലുള്ള അന്വേഷണങ്ങളും പലതരത്തിലുള്ള റിസർച്ചിനും ഒക്കെ വരുന്നുണ്ട്. ഇപ്പം വീടിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചർ കുട്ടികൾ വരുന്നുണ്ട്, ഇത്തരം വീടുകളെ പറ്റി പഠിക്കാനൊക്കെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനിവരോടൊക്കെ ചോദിക്കാറുണ്ടല്ലോ, മക്കളെ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് ഇത് നിങ്ങൾ തിയറി മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, വഴിയുണ്ടോ, അത് ചെയ്യാൻ താല്പര്യമുണ്ടോ? പിന്നെ വെറുതെ ചുമ്മാ പഠിച്ചിട്ട് എന്താ മോനെ കാര്യം എന്നൊക്കെ അവരോട് ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ കൃഷിക്കാർ ഇപ്പൊ എന്തൊക്കെ ചെയ്താലും ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു മൂല്യം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധി കൂടി ഉണ്ടല്ലോ. അല്ല, അതുണ്ട്. അതില് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സ്റ്റേറ്റ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും അവരുടെ അടുത്തൊരു കാർഷിക നയം വേണമല്ലോ. അവരുടെ അടുത്തൊരു വ്യക്തമായ കാർഷിക നയം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല. കാരണം അങ്ങനെ ഒരു കാർഷിക നയം ആവശ്യമാണ് നമ്മളത്. കാരണം നമ്മുടെ സാമ്പത്തികത്തിന്റെ സ്രോതസ്, സാമ്പത്തികം തുടങ്ങുന്നത് കൃഷിയാണ്. പക്ഷെ അവിടെ അല്ല നമ്മൾ നിന്നിട്ടുള്ളത്. നമ്മൾ അവിടെ നിൽക്കുന്നില്ല. നമ്മൾ നിൽക്കുന്നത് മറ്റൊരു തരത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ചുമ്മാ ജയ് ജവാൻ ജയ് കിസാൻ, ഈ മുദ്രാവാക്യം വിളിച്ചവർക്കും വിവരമില്ല, അത് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം പോലും അയാൾക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഇതിലങ്ങോട്ട് ഒരു ആവേശം വിളിച്ചു, ജയ് ജവാൻ ജയ് കിസാൻ, കേൾക്കാൻ ഒരു സുഖമുണ്ട് കേൾക്കാൻ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതെ. ഓ, പക്ഷെ ജവാൻ എന്താ പണി, കിസാന്റെ പണി എന്താ? ഇവർ രണ്ടുപേരല്ലേ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്, അല്ലേ? ഇവർ രാജ്യത്തിന്റെ നട്ടല്. ഇവർ ഇത് രണ്ടാണാണല്ലോ. കൃഷിക്കാരുണ്ടെങ്കിലേ രാജ്യത്തെ ജനങ്ങൾക്ക് തീറ്റ പറ്റാൻ പറ്റും. തീർച്ചയായും. ജവാനുണ്ടെങ്കിലേ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞ മുദ്രാവാക്യവും നമ്മുടെ പാഠ്യപദ്ധതിയും രണ്ടും രണ്ട് വഴിക്ക് പോവുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പാഠ്യപദ്ധതി ആകെ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞത്. കാരണം കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും പാഠ്യം നമ്മളെ കുട്ടിയെ കൊടുക്കണം. എന്താണ് കൃഷി, എന്താണ് രാജ്യം, എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്, രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, അതായിരിക്കണം നമ്മളെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. അല്ലാതെ വിദ്യാഭ്യാസം ഒരു വഴിക്ക്, പാഠ്യപദ്ധതി മറ്റൊരു വഴിക്ക്, ജനങ്ങൾ മറ്റൊരു വഴിക്ക്, തന്ത മറ്റൊരു വഴിക്ക്, തള്ള വേറൊരു വഴിക്ക്.